ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അലോറാസ് വ്ലോഗ്. എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചില്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നലെ നല്ല ഗ്ലൂമി ആയിരുന്നു. ഇന്ന് നല്ല ദിവസമാണ്. നല്ല സണ്ണി ആയിട്ടൊക്കെ ഉണ്ട്. ഇത് കണ്ടു. എന്താ പുച്ചു പുച്ചു അവൻ്റെ കൂട്ടുകാരൻ അവിടെ എവിടെയോ വന്ന് നിൽപ്പുണ്ട്. അതാ പുച്ച. എന്താ എന്താ ഓ, കൂട്ടുകാരൻ വന്നാ? കൂട്ടുകാരൻ ചെന്നാടെ. വെറുതെ മമ്മിയുടെ നടി വാങ്ങിച്ച് പിടിക്കല്ലേ, ചുമ്മാ ഇരുന്നു. വാ പുച്ചു. അവൻ്റെ കൂട്ടുകാരൻ അവിടെ വന്നു. അതാ എന്നുള്ള സൗണ്ട്. മമ്മ എന്താ ബ്രേക്ക്ഫാസ്റ്റ്? ഓ, എന്താ വരുന്നു? ഉണ്ടാക്കി തരാം. എന്താ വരുന്നു? ഇന്നലെ രാത്രിയിലെ തലവേനെന്ന് പറഞ്ഞ് ലേറ്റായിരുന്നു ഒന്ന് ഉറങ്ങാനായിട്ട്. ഞാൻ ഇന്നലെ ഷിഫ്റ്റ് കഴിഞ്ഞ് 1:30 ആയപ്പോഴെത്തിയത്. മമ്മിയും കിടക്കുക ലേറ്റായി. തലവേന ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ തന്നെയാണ് പറഞ്ഞത് പൊങ്കലുണ്ടാക്കി തരാം. പിന്നെ എന്ന് മമ്മി തന്നെയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് പൊങ്കലുണ്ടാക്കി കൊടുക്കാം. വാടാ വാ. അപ്പം നമുക്ക് പൊങ്കലുണ്ടാക്കാം. മഞ്ഞ താരയിട്ടാണ് ചെയ്യുന്നത്. യൂഷ്വലി മൂന്ന് താലാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഇതിനകത്ത് ട്രൈ ചെയ്തിട്ടുണ്ട്. മഞ്ഞ താര ഇല്ല തീരുന്നത്. ഞാൻ ഇത് ട്രൈ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ അത് ടിഷ്യൂ പേപ്പർ ചുരുട്ടിയിട്ടേ നല്ല ഇത് ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് മമ്മി എന്തോ ഇട്ടേക്കും. അതെന്തോ അല്ല, മറ്റേ ഈ ഗ്രാമ്പൂ ഇല്ലേ ചതച്ചിട്ട് വെച്ചേക്കുന്ന ഈ കൊച്ചു ചെള്ളും ഇൻസെക്ട്സ് ഒന്നും കയറാതിരിക്കാൻ. അത് സോയ. ഇന്ന് നിനക്ക് ചോറാടാ. ചോറുണ്ട്, മീൻ ഫ്രൈ ഉണ്ട്, തോരനുണ്ട്, ഇടിച്ചക്കത്തോര നമ്മൾ കണി വെച്ചില്ലേ, ആ ഇടിച്ചക്ക. പിന്നെന്താ, പിന്നെ ഒരു ഒഴിച്ചെറിയുണ്ട്, തക്കാളിക്കറി, അച്ചാറുണ്ട്. പോരെ? ഇന്നലെ എല്ലാം കഴിച്ചായിരുന്നോ? തല ഒളിക്കണം, മുടി സ്ട്രൈറ്റ് ആക്കണം. എന്നെ ഇഷ്ടമുള്ളതിട്ടുണ്ട്. ഇതിന് വെള്ളം കുറച്ച് കൂടുതലായിരുന്നു, ഇല്ലെങ്കിൽ കട്ടിയായിപ്പോ.
കട്ടിന്ന് വെച്ചാൽ നമ്മള് നോർത്ത് ഇന്ത്യയില് ദാൽസാദ് ഉണ്ടാക്കത്തില്ലേ, ആ ഒരു പരുവായിപ്പോ. ദാൽസാദല്ലടാ, നമ്മളെ നോർത്ത് ഇന്ത്യയിൽ വെച്ച് ഉണ്ടാക്കുന്ന സാധനത്തിൻ്റെ ഒരു കിച്ചടി എന്നാണ്. പരിപ്പും ഇതും ഇട്ടുണ്ടാക്കുന്നത് കിച്ചടി. എന്റെ വാട്ടർ ബോട്ടിൽ ഇന്നല്ലെങ്കിൽ നാളെ വരും. മമ്മിയുടെ നമ്പറാണ് കൊടുത്തിരുന്നത്. മഞ്ഞൾ തീരാറായല്ലേ, അതിൽ പൊട്ടിച്ച് തട്ടണം. ഒരു വിസിന് മതി. ഒന്ന് വേവട്ടെ. ബാക്കി അതൊക്കെ മഞ്ഞായിരുന്നു അല്ല. അതിലോ കുളുക്കാൻ മതിയോ? രണ്ടും മറ്റേ മാങ്ങ പകരം തന്നെ ആയിരിക്കും. ഒരു വിസിലിൻ്റെ ആവശ്യമില്ല ഇതിനകത്ത്. ഈ ഒരു വിസിൽ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി കടായിൽ ബാക്കി ഇടേണ്ട സാധനങ്ങളൊക്കെ ഇടാം. ഒന്നും കൂടെ ഏകദേശം മാങ്ങ ഇത് പഴുത്ത വർഷം വന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് ഏകദേശം വിളഞ്ഞേ വന്നു. അത് മതിയല്ലേ. നമ്മളെ കൊണ്ട് റെഡി ആയിട്ടില്ല, ഇനി ബാക്കി കുറച്ചും കൂടെ ഉണ്ട്. കടായി ബാക്കി സാധനങ്ങൾ ഫ്രൈ ചെയ്യാം. വേണ്ടേ? അതിലേക്ക് ഒരു സ്പൂൺ വേണ്ട, ഇത്രയും ഇച്ചിരി കൂട്ടിട്ട്. നീ ഇടയ്ക്ക് ഓയിൽ ഒഴിക്കാൻ വിട്ടില്ലേ, അപ്പം പിന്നെ ശകലം കൊണ്ടിട്ട്. കടുക്, ജീരകം മതി. അതിലേക്ക് ജീരകം ഇടണേ. കടുക് പൊട്ടി കഴിഞ്ഞിട്ട് ജീരകം. കടുക് പൊട്ടുമ്പോഴത്തേക്ക് മാറി നിന്നുണ്ടെങ്കിലോ എവിടെ പോകുന്നു കുഞ്ഞേ? കടുക് വെച്ചിട്ട് അവൾ ഓടും. ജീരകം ഇട്ട് പൊടിക്കും. അതിലേക്ക് കുനുകുനാന്ന് കഴിഞ്ഞ ജിഞ്ചറും ഗാർലിക്കും, അതിലേക്ക് വീണ്ടും കുനുകുനാന്ന് അരിഞ്ഞ ഗ്രീൻ ചില്ലി. ഇത് കറക്റ്റ്. അതിലേക്ക് കുനുകുനാന്ന് അരിഞ്ഞ ഇടിച്ച ഇത് പെപ്പർ.
കുറച്ച് കരിവേപ്പില. ശകലം ലൂസ് അത് അല്പം വെള്ളം കൂടിപ്പോയോടി. ഇനി കഴിഞ്ഞ 2 ദിവസം മുമ്പുണ്ടാക്കിയത് കുറച്ചുകൂടെ കട്ടിയായിരുന്നു എനിക്ക് തോന്നുന്നത്. അന്ന് നീ എന്നെ അണ്ടിപ്പരിപ്പ് കെട്ടുന്നതൊന്നും ഇട്ടില്ല അല്ലേ? അന്ന് ഒരു രീതിയിൽ ചിന്ത ഇത് ഗാർലിക് എല്ലാം ചുമന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി കഴിക്കാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്.